എല്ലാവരുടെയും ചിലവരുടെ കുഴപ്പമില്ല, ചിലവരെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ പടം. അതായത് സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബോധവൽക്കരണം പോലുള്ള ഒരു പടം, അത്ര തന്നെ ഉള്ളൂ. ഇല്ല. ശരി, കണ്ടോ? കണ്ടു. ഇതൊരു 100% എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. റെലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു സബ്ജക്റ്റിനെയാണ് ഡയറക്ടർ കം റൈറ്റർ സ്റ്റോറി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഐ മീൻ സ്ക്രീൻ പ്ലേ 100% എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സ്പോയിലറായി പോകും. ഞാൻ വളരെ പ്രതീക്ഷയോടെ വളരെ എന്താ പറയുക, പലപ്പോഴും വളരെ സെറ്റിലായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കുറച്ച് ലൗഡായിട്ടുള്ള ചില പെർഫോമൻസിൻ്റെ സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. നല്ല അഭിപ്രായം പറയുന്നു. പിന്നെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ലെറ്റ് us see. റിവ്യൂസിൽ ഒരു റിവ്യൂ പറയുന്നത് ഒരു അവാർഡ് ടൈപ്പ് പടമാണെന്നാണ്. ഒരു എന്താ പറയുക, ഇതിലുള്ള ഹ്യൂമർ സിറ്റുവേഷൻ ഹ്യൂമറാണ്, ബ്ലാക്ക് സെറ്റയറാണ് പടം. അപ്പോൾ അവാർഡ് ഇതൊരു പുതിയ എക്സ്പെരിമെൻ്റൽ ഞാൻ പറഞ്ഞതാണ്. എക്സ്പെരിമെൻ്റലാണ്, വർക്കൗട്ട് ആവശ്യത് കണ്ട് പ്രേക്ഷകർ കണ്ട് ശീലിക്കട്ടെ എന്നുള്ള. പൊതുവേ സ്ഥിരം ശീലങ്ങളുള്ള സിനിമയല്ല, അതൊരു ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ചായിട്ട് എടുത്തിട്ടാണ് പടം നിർമ്മാതാവും സംവിധായകനൊക്കെ ചലഞ്ചായിട്ട് എടുത്തിട്ടാണ് സിനിമയിലേക്ക് വന്നത്. ഞാൻ എൻ്റെ കഥയാണ് കേട്ടത്, കഥ കേട്ടാണ് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ബ്രീഫ് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. പുള്ളിക്കാരന് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ കാഴ്ചപ്പാടുണ്ട്. അതിലിപ്പം ഞങ്ങളെല്ലാവരും നിന്ന് പെർഫോം ചെയ്യും. കേട്ട കഥ തിരക്കഥയാണുള്ളത്. ആ തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം ട്രൈ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ടെല്ലിംഗ് ആണ് കഥയ്ക്കുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഇത് കണ്ടു. വർക്കൗട്ട് ആയാലും ഞാൻ അതിനകത്തുള്ള ആളായതുകൊണ്ട് ഞാനങ്ങനെ ജഡ്ജ് ചെയ്യാം. എനിക്കെപ്പോഴും അതിന് നല്ല വശങ്ങൾ മാത്രമായിരിക്കും പറയാൻ താല്പര്യം ഉണ്ടാവും. കണ്ട് പ്രേക്ഷകർ കാണും. എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ? പ്രേക്ഷകർ കണ്ടപ്പോൾ ഒരു പുതിയൊരു അപ്രോച്ചായിരുന്നു. ആശയം നല്ലായിരുന്നു. പുതിയ രീതിയിൽ എടുത്തിരിക്കുന്നത്. വർക്കൗട്ടായിട്ടുണ്ടോ? തിയേറ്ററിൽ വർക്കൗട്ടായിട്ടുണ്ടോ? ഫസ്റ്റ് ഡേ എങ്ങനെ അറിയില്ല, സെക്കൻഡ് ഡേ മുതൽ വർക്കൗട്ട് ആവണം. ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ്. നമുക്കൊരു മലയാള സിനിമയ്ക്ക് വേണമെങ്കിൽ ഒരു പുതിയ നല്ല നടനെ എടുത്തു തന്നെ പ്രജാപ്രകാശ് സൂപ്പറായിരുന്നു. ത്രൂ ഔട്ട് ക്യാരക്ടർ അടിപൊളി. ജാഫർക്കെ പൊളിച്ചിട്ടുണ്ട്. അനാർക്കലി മേഡം, സോറി, ലാലി അനാർക്കലി അടിപൊളിയാണ്. ഡയറക്ഷൻ മേക്കിംഗ് അടിപൊളിയാണ്. ക്യാമറയൊക്കെ നല്ല ക്ലോസപ്പ് ഷോട്ട്സാണ്, നന്നായിട്ടുണ്ട്. നല്ല നമ്മളെല്ലാ റണ്ണിങ് ഷോട്ട്സ് കാണുന്ന പോലെ നല്ല നല്ല ക്ലോസപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാറിന് ഫോട്ടോ കാണാം, നന്നായിട്ടുണ്ട്. ഫാമിലി മൂവിയാണ്. ഫാമിലി മൂവി കുറച്ചിങ്ങനെ സസ്പെൻസ് ആയി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കൊള്ളാം, നന്നായിട്ട്. അതല്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്നൊരു സംഭവം അവർ നല്ല സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ട്രീറ്റ്മെൻറ്റാണ്. ക്ഷമയോടെ പടം കാണാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ആരും ഉത്തരവാരും അതിന് മറുപടി പറയരുത്. ഫുള്ള് കടം കണ്ടിട്ട് അഭിപ്രായം പറയുക, അത്രയും പറയാം. പടം സൂപ്പറായിട്ട് തകർത്തു. പുള്ളിക്ക് ഒരിക്കലും കിട്ടാതെ പ്രതീക്ഷിക്കാത്തൊരു വേഷമാണ് എന്ത് കിട്ടി. മൊത്തത്തിൽ അടിപൊളിയാണ്. ഫാമിലി മൂവിയാണ്. അതായത് ഇപ്പോഴത്തെ പിള്ളേരെ പറ്റിയൊരു കഥയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും. അതായത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും.